സുഹൃത്തുക്കളെ, ഇങ്ങനൊരു തമ്പനയിൽ ഇടാൻ കാരണം അത്രയും വസ്തുതാപരമാണ് എന്നൊരു പരിധിവരെ പറയേണ്ടി വരുന്നത് കൊണ്ടാണ്. കാരണം PV അൻവറിനൊപ്പമായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ സൈബർ സഖാക്കൾ. പ്രത്യേകിച്ച് എത്രയെത്ര വിഷയങ്ങളിലാണ് അവർ അൻവറിന് പരിപൂർണ പിന്തുണയുമായി രംഗത്ത് വന്നത് എന്നുള്ളത് നമുക്കറിയാം. കേരളത്തിൽ ഏറ്റവും വലിയ CPM വിരുദ്ധരായി CPMകാർ വിലയിരുത്തുകയും സൈബർ സഖാക്കൾ അടയാളപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ഏഷ്യാനെറ്റും വിനു വി ജോണും ഒപ്പം മറുനാടൻ മലയാളിയും ഒക്കെയാണ്. ഈ മറുനാടൻ മലയാളിയെ ഷാജൻ സ്കറിയെ അടക്കം ജയിലിൽ ഇടാൻ വേണ്ടി PV അൻവർ നടത്തിയ പോരാട്ടങ്ങൾ, വലിയ നീക്കങ്ങളൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി മലയാളിക്ക് മുന്നിൽ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. വിനു വി ജോണിനെതിരെ സർക്കാർ എടുക്കുന്ന നിലപാടുകൾ, അങ്ങനെ അതിലെല്ലാം പരാതിക്കാരനായി പലപ്പോഴും PV അൻവർ രംഗത്തെത്തിയതുമൊക്കെ നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. അങ്ങനെ അത്രയധികം സൈബർ സഖാക്കളുടെ ഒരു രീതിയിൽ എന്ന് തന്നെ പറയാം PV അൻവർ ഒരു വലിയ സ്റ്റാറായി, സോഷ്യൽ മീഡിയ സ്റ്റാറായി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അതിനിടെയാണ് ADGP MR അജിത് കുമാറിനും സുജിത് ദാസിനും ഒക്കെ എതിരെ അതിഗുരുതരമായ ആരോപണങ്ങളുമായി PV അൻവർ ക്ലാസിക് മൂവ് നടത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് PV അൻവറോ ഏതെങ്കിലും ഒരു നേതാവോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കാര്യമായ കണ്ടന്റ് ഇല്ലാതെ പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. പലപ്പോഴും രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണത്തിൽ ഒരു വിശ്വാസ്യത ഉണ്ടാവില്ല. പക്ഷേ സുജിത് ദാസ് SP എന്ന മലപ്പുറത്തിൻ്റെ മുൻ SP IPS ഉദ്യോഗസ്ഥൻ്റെ ഫോൺ സംഭാഷണം ചോർത്തി പുറത്ത് വിട്ടുകൊണ്ടാണ് PV അൻവർ ഏറ്റവും പ്രധാനപ്പെട്ട ചുവട് ഈ വിഷയത്തിൽ വെച്ചത് എന്നുള്ളതാണ്. അതിന് തൊട്ടു മുൻപ് മലപ്പുറം SP ശശിധരൻ പല കാര്യത്തിലും ഇടപെടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരികയും പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ വെച്ച് പ്രതികരിക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ വാർത്തകൾ. അതിന് പിന്നാലെയാണ് ഈ മരംമുറി, SP ക്വാർട്ടേഴ്സിലെ മരംമുറി വിവാദം. അത് സുജിത് ദാസുമായി കണക്ട് ചെയ്ത് കൊണ്ടുവരികയും സുജിത് ദാസ് PV അൻവറിൻ്റെ കാല് പിടിക്കുന്ന ഫോൺ സംഭാഷണം PV അൻവർ തന്നെ പുറത്തുവിടുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ അതോടെ വലിയ സ്റ്റാറായി PV അൻവർ ഫലത്തിൽ മാറിയിരുന്നു. പിന്നാലെയാണ് MR അജിത് കുമാറാണ് ഇതിന് പിന്നിലെന്ന് അതിരൂക്ഷമായ വിമർശനവുമായി പല തെളിവുകളും അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്ത് അദ്ദേഹം കവടിയാറിൽ ബംഗ്ലാവ്, കൊട്ടാര സദൃശ്യമായ വീട് വെക്കുന്നു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ, ഏറ്റവും ഒടുവിൽ അദ്ദേഹം മേടിച്ച ഫ്ലാറ്റ് മറിച്ച് വിറ്റ കഥയടക്കമുള്ള ആരോപണങ്ങളുമായി PV അൻവർ പലതവണ മാധ്യമങ്ങളെ കണ്ടു. അതെല്ലാം രോമാഞ്ചിഫിക്കേഷൻ എന്ന നിലയിൽ ഫലത്തിൽ ആവേശപൂർവ്വം ഏറ്റെടുക്കുകയായിരുന്നു സൈബർ സഖാക്കളിൽ വലിയൊരു ശതമാനം. എല്ലാവരും എന്ന് പറയുന്നില്ല, പക്ഷേ വലിയൊരു ശതമാനത്തിന് PV അൻവറിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സർക്കാരിനോടുള്ളൊരു താല്പര്യക്കേട് ഒരിക്കലും ഒരു പാർട്ടി വേദിയിൽ പോലും പറയാൻ കഴിയുന്നൊരു അവസ്ഥയിലല്ല ഇന്നത്തെ പാർട്ടിയുള്ളത്. മുൻപ് CPIM എന്ന പാർട്ടിയൊക്കെ പ്രതികരിക്കുമ്പോൾ അതിൽ ഉൾപാർട്ടി ജനാധിപത്യമൊക്കെ സജീവമായി നിന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഏകാധിപത്യ പ്രവണത ആ പാർട്ടിയെ വിഴുങ്ങാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. അതിനിടെയാണ് യഥാർത്ഥത്തിൽ PV അൻവറിനെ പോലെ കുറേ കാലമായി ഇവർ അടക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. PV അൻവറിനെ പോലെ ഒരാൾ പരസ്യമായ രംഗത്ത് വന്ന് സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന്, ഫലത്തിൽ സർക്കാരിൻ്റെ കൊള്ളരുതായ്മ എന്നുള്ള നിലയിലല്ല അത് അവതരിപ്പിക്കപ്പെട്ടത്. പോലീസ് ഉദ്യോഗസ്ഥർ, ഇപ്പോഴും അൻവർ ഉന്നയിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരും പിന്നീട് ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്കും വരെ മാത്രമാണ് എത്തിയത്. അപ്പോഴും ശശിക്കെതിരായ നീക്കമല്ല അത് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പലപ്പോഴും രംഗത്ത് പറഞ്ഞിരുന്നു. പക്ഷേ പിണറായി തനിക്ക് പിതൃതുല്യനാണ്, തൻ്റെ പാർട്ടി ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് PV അൻവർ ആവേശം കൊള്ളിച്ചപ്പോൾ പാവപ്പെട്ട സൈബർ സഖാക്കൾ പലരും അതിൽ വിശ്വസിച്ച് വീണുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ PV അൻവർ ആഘോഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. PV അൻവർ ഓരോ ദിവസവും എന്തു പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടി കേരള സമൂഹം കാത്തിരിക്കുന്നു. അതിനേക്കാൾ ആവേശപൂർവ്വം അത് സൈബർ സഖാക്കൾ ഒരു പരിധിവരെ കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ പല നേതാക്കളും, ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനൊക്കെ PV അൻവർ ഇങ്ങനെയല്ല പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ മാത്രമാണ് കുറച്ച് സൈബർ സഖാക്കളൊന്ന് പിൻവാങ്ങി. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി PV അൻവറിനെ തള്ളിപ്പറഞ്ഞതോടെ ഫലത്തിൽ സൈബർ സഖാക്കൾ ആകെ വെട്ടിലായി. ഈ അൻവറിന് പിന്തുണ കൊടുത്തവരൊക്കെ വീട്ടിലാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അൻവർ ആയിരുന്നു ശരി എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. കാരണം പോലീസിൽ സംഘീവൽക്കരണമാണെന്നും സംഘപരിവാർ ആധിപത്യമാണ് എന്നൊക്കെ പലപ്പോഴും, ഇപ്പോൾ സംഘി പോലീസാണ്
കേരളത്തിലുമുള്ളത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പോലും പല ഘട്ടത്തിൽ അതിനെ ഒരു പ്രതീകാത്മകമായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ പോലീസിനെതിരെയുള്ള പരാതികൾ പാവപ്പെട്ട സഖാക്കൾക്കടക്കം പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയാത്ത സ്ഥിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ PP വാസുദേവനെ പോലുള്ള CPMൻ്റെ മലപ്പുറം മുൻ ജില്ലാ സെക്രട്ടറിമാരൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഇത് പിണറായിക്കെതിരായ ആരോപണമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ്. അത്തരം അദ്ദേഹത്തിൻ്റെ വീഡിയോ അടക്കം നമ്മളും ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അന്ന് മനസ്സിലാക്കിയതാണ് PV അൻവർ അത് ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. ആദ്യഘട്ടത്തിൽ PV അൻവറിന് പിന്നിൽ ആര് എന്നുള്ള സംശയമുണ്ടായിരുന്നു. ഇടയ്ക്കൊരു ഘട്ടത്തിൽ കണ്ണൂരിൽ നിന്നുള്ളൊരു നേതാവാണ് PV അൻവറിന് പിന്നിൽ എന്നുണ്ടായിരുന്നു. അതായത് P ജയരാജനെയൊക്കെ കൃത്യമായി ഉന്നം വെച്ചുകൊണ്ടായിരുന്നു ആ നീക്കം എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ EP ജയരാജനും പാർട്ടിയോട് ഉടക്കി നിൽക്കുകയാണ് ഫലത്തിൽ. പക്ഷെ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും അതും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളിക്കളയുന്നു. MV ഗോവിന്ദനെ തള്ളിക്കളയാതെ മറ്റൊരു വഴിയും ആ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവ് ഫലത്തിൽ ആഘോഷിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതോടുകൂടിയാണ് അൻവർ നടത്തുന്നത് ഒരു പരിധിവരെ പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണെന്നും അത് സർക്കാരെ തന്നെ ഉന്നം വെച്ചുകൊണ്ടുള്ള നീക്കമാണ് എന്നും ഒരു പരിധിവരെ സൈബർ സഖാക്കൾക്ക് മനസ്സിലായിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് എല്ലാം നിശബ്ദമാണ്. നമ്മൾ സാധാരണയായി കാണുന്ന പല സൈബർ ഹാൻഡിലുകളും ഒക്കെ വലിയ എന്താ പറയുക, നിശബ്ദമാണ്. ഒരു മരണ വീട് പോലെയാണ്. എന്തു പറയും എങ്ങനെ പറയുമെന്ന് അറിയില്ല. എന്തായാലും CPMനെ സംബന്ധിച്ച്, സഖാക്കളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ എന്താ പറയുക, ഇതിനൊരു ന്യായീകരണം വേറൊരു തരത്തിൽ ചിലപ്പോൾ അൻവറിനെ അങ്ങ് തള്ളി പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്ത് വരുന്ന കാഴ്ചയായിരിക്കും കാണാൻ കഴിയുന്നത്. കാരണം പിണറായിയാണ് എന്തായാലും CPM, അൻവർ CPM അംഗം പോലുമല്ല. സ്വാഭാവികമായിട്ടും ഒറ്റയടിക്ക് അൻവറിനെ അങ്ങ് തള്ളിപ്പറയാനൊന്നും ആരും മടി കാണിക്കും എന്ന് കരുതാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഫലത്തിൽ തേഞ്ഞുപോയി ഈ സൈബർ സഖാക്കൾ. പിന്നെ കുറച്ചു പേർക്ക് നേരത്തെയൊക്കെ ആവേശപൂർവ്വം പോസ്റ്റ് ഇട്ടവരെ സംബന്ധിച്ച് ഇനിയൊന്നും മിണ്ടാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഒരല്പം നിശബ്ദത എടുത്ത് മാറി നിൽക്കുകയായിരിക്കും ഇനി പ്രതീക്ഷിക്കേണ്ടത്. എന്താ സംഭവിക്കുക എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. പക്ഷേ അൻവർ പല തെളിവുകളും ഉന്നയിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നിഷ്പക്ഷരായ പല സൈബർ സഖാക്കൾക്കും എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുന്ന സ്ഥിതിവിശേഷമുണ്ട്. സൈബർ ഇടത്ത് തന്നെ സഖാക്കൾക്കിടയിൽ തന്നെ പല ഗ്രൂപ്പുകളായി പലരും ഇനി രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പോലും പറഞ്ഞു വെച്ചുകൊണ്ട് മാറി നിൽക്കുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. എന്തായാലും അൻവർ ഇട്ട ചൂണ്ടയിൽ ഏറ്റവും ഗംഭീരമായി കൊത്തിയത് അത് സൈബർ സഖാക്കളാണ്. ഇത്രയധികം ബുദ്ധിയുള്ള, കേരളത്തിൽ ഏറ്റവും ബുദ്ധിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് സൈബർ സഖാക്കൾ. അവർക്ക് തന്നെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, ഇങ്ങനൊരു കെണിയിൽ വീണുപോയല്ലോ എന്ന സങ്കടം മാത്രമേ പറയാനുള്ളൂ. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത്? അൻവറിൻ്റെ കെണിയിൽ സൈബർ സഖാക്കൾ വീണില്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. നന്ദി.